സാധാരണ പറയും പോലെ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതവുമായിരിക്കും. സാമ്പത്തിക സുസ്ഥിരത ആഗ്രഹിക്കുന്ന ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും പിന്തുടരുന്ന ഒരു സാമ്പത്തിക വരുമാന മേഖലയാണ് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് SIP. ഈ SIPയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ബഹുഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്ന ഒരു മഹാവിഡ്ഢിത്തമാണ് മാർക്കറ്റ് താഴുമ്പോൾ SIP അല്ലെങ്കിൽ തൻ്റെ സ്റ്റോക്കുകൾ പിൻവലിക്കുക എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ മികച്ച ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മാർക്കറ്റ് താഴുമ്പോഴാണ് മികച്ച ലാഭം നമുക്കുണ്ടാക്കാൻ സാധിക്കുക. മാർക്കറ്റ് താഴുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങുകയും മാർക്കറ്റ് ഉയരുന്ന സമയത്ത് അത് വിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കുക. അതുകൊണ്ട് മാർക്കറ്റ് താഴുന്ന സമയത്ത് നമ്മൾ SIP കൂടുതൽ സജീവമാവുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യുന്ന ഒരു വിഡ്ഢിത്തമാണ് SIPയിൽ മാറ്റം വരുത്താതിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരേ എമൗണ്ട് തന്നെ നിക്ഷേപിക്കുന്ന, എല്ലാ മാസവും ഒരേ എമൗണ്ട് തന്നെ നിക്ഷേപിക്കുന്ന അവസ്ഥ. നമ്മൾ ഒരു നിശ്ചിത പ്ലാൻ വെച്ച് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും നിശ്ചിത ശതമാനം നമ്മുടെ എമൗണ്ട് ഉയർത്തിക്കൊണ്ടു പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ SIPയിൽ വിജയം വരിക്കാൻ സാധിക്കുക, മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക. മൂന്നാമതായിട്ട്, ലക്ഷ്യങ്ങളില്ലാതെ നിക്ഷേപിക്കരുത്. നമ്മൾ റിട്ടയർമെൻറ്റ്, മക്കളുടെ കല്യാണം, കാറ് വാങ്ങൽ, വീട് വെക്കൽ എന്നിത്യാദി എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കണം. ലക്ഷ്യങ്ങളില്ലാതെ നമ്മൾ നിക്ഷേപിച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ എപ്പോഴാണോ പിൻവലിക്കേണ്ടത്, എന്തിനു വേണ്ടി നിക്ഷേപിക്കുന്ന അറിയാതെ അതങ്ങനെ പണം കുന്നുകൂടുകയും നമുക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു 5 വർഷത്തിന് അല്ലെങ്കിൽ 10 വർഷം 15 വർഷത്തിന് അപ്പുറത്തുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടായിരിക്കണം നമ്മൾ SIPയിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. നാലാമതായിട്ട്, വൈകാരികമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഒരു പരാജയത്തിന് കാരണമായിട്ട്. SIPയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ മാർക്കറ്റുകൾ താഴുന്ന സമയത്ത് വൈകാരികമായിട്ട് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ SIP പിൻവലിക്കുകയാണെങ്കിൽ അത് ഒരു ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അതുകൊണ്ട് SIPയിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും നമ്മൾ വൈകാരികമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കരുത്. അവസാനമായിട്ട്, എമർജൻസി ഫണ്ടുകളില്ലാതെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കരുത്. എമർജൻസി ഫണ്ടുകൾ നമ്മുടെ കയ്യിലില്ലാതെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് പണമുണ്ടാകും, പക്ഷേ നമ്മുടെ ജീവിതം വളരെ ലോ ലെവൽ അല്ലെങ്കിൽ നരക ജീവിതമായി മാറും. അതുകൊണ്ട് എമർജൻസി സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ കേസുകൾ വന്നാൽ, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യം വന്നാൽ, നമ്മുടെ ട്രാവലിങ്ങിന് ആവശ്യമുള്ള ഫണ്ടുകൾ നമ്മൾ മാറ്റിവെച്ചതിന് ശേഷമുള്ള ഫണ്ടുകളെ നമ്മൾ SIPയിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം വളരെ പരിതാപകരമായ അവസ്ഥയായിരിക്കും. അതായത് നമ്മൾ സാധാരണ പറയും പോലെ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതവുമായിരിക്കും.